മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സില് ഞാനൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് വിവരണങ്ങൾ നൽകുകയായിരുന്നു. സമയപരിമിതി കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പരശുരാമൻ ഒരുപക്ഷെ ജീവിച്ചിരുന്നില്ലായിരിക്കാം എന്ന് ഞാൻ 2-3 ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞത് ചിലരറിയിച്ചു. അത് ശരിയല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പുരാണങ്ങളില് പരശുരാമനെ കുറിച്ച് നൽകിയിരിക്കുന്ന വിവരണങ്ങള് 64 ഗ്രാമങ്ങളാക്കി കേരളത്തെ തിരിച്ചു എന്നും ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയെന്നും ബ്രാഹ്മണർക്ക് ആ ഗ്രാമങ്ങൾ നൽകിയെന്നും ചിരഞ്ജീവിയായിട്ട് അശ്വത്ഥാമ, ബലിവ്യാസോ, ഹനുമംശ്ച വിഭീഷണ, കൃപ, പരശുരാമശ്ച സപ്തൈരേ ചിരഞ്ജീവിന, ചിരഞ്ജീവിയായിട്ട് ഇരിക്കുന്നു എന്നും ഉള്ള വിവരണങ്ങള് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും ഈ വിവരണങ്ങളിലൂടെ പോകുമ്പോൾ നിരക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. പരശുരാമൻ ജനിച്ചിട്ടേയില്ല, ജീവിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞാലും, ശ്രീരാമൻ ജനിച്ചിട്ടേയില്ല, ജീവിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞാലും സനാതന ധർമ്മമൊന്നും ഇടിഞ്ഞു വീഴാൻ പോടില്ല. എന്താ കാരണം? അങ്ങനെ ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഭാരതീയ പൈതൃകം നിലനിൽക്കുന്നത്. പക്ഷെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള ഒരു എവല്യൂഷണറി പ്രക്രിയയില് പരശുരാമൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, ഒരു വ്യക്തിയായിട്ട് കാണാൻ നമുക്ക് ആ എക്സ്പ്ലനേഷനിൽ സാധിക്കില്ല. മറിച്ച് അത് മനുഷ്യ പരിണാമത്തിന്റെ, ജീവജാലങ്ങളുടെ പരിണാമം വാമനനോടുകൂടി ഏതാണ്ട് അവസാനിച്ചു. പിന്നെ വാമനൻ എന്ന കുള്ളനായ മനുഷ്യനിലെ ശാരീരികമായ മാറ്റങ്ങളല്ല, ഇന്റലക്ച്വൽ വിസ്ഡം വൈസ് മാറ്റാണ്. അതാണ് പരശുരാമനും ശ്രീരാമനും ബലരാമനും ശ്രീകൃഷ്ണനും ഒരേ രൂപത്തിലാണ് വരിക. ഏതാണ്ട് തമാശന് പറയുകയാണെങ്കിൽ 165 സെന്റിമീറ്റർ ഉയരം, 80 കിലോ അല്ലെങ്കിൽ 75 കിലോ ഭാരം, 2 കൈകള്. ഈ പരിണാമം മത്സ്യത്തിൽ നിന്ന് കൂർമ്മമായ പരിണാമം പോലെയല്ല. കൂർമ്മത്തിൽ നിന്ന് വരാഹം മാതിരിയോ, വരാഹത്തിൽ നിന്ന് നരസിംഹം മാതിരിയോ, നരസിംഹത്തിൽ നിന്ന് വാമനനായി മാറിയ പരിണാമത്തിന്റെ എവല്യൂഷണറി എക്സ്പ്ലനേഷൻ പോലെ അല്ല. മറിച്ച് പരശുരാമൻ തൊട്ട് ഉള്ള പരിണാമം ഇന്റലക്ച്വൽ പരിണാമമാണ്, സോഷ്യൽ പരിണാമമാണ്, സൈക്കോളജിക്കൽ പരിണാമമാണ്, മെന്റൽ പരിണാമമാണ്, ആന്ത്രോപോളജിക്കൽ പരിണാമമാണ്. അത് വളരെ വ്യക്തമായിട്ട്, ഭംഗിയായിട്ട് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തില് നമ്മുടെ പൂർവിക ഋഷിവര്യന്മാര് ജമദഗ്നിയുടെ പുത്രനായിട്ട് പരശുരാമന് ജന്മം നൽകി നമ്മുടെ ഈ എവല്യൂഷൻ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് വിവരിക്കുന്നതിന് പൂർണ്ണമായിട്ടും വിജയിച്ചു. പ്രൊവൈഡഡ് നമ്മൾ പരശുരാമനെ ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല എങ്കിൽ, ഒരു വ്യക്തിയായിട്ട് കണ്ടുപോയാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവില്ല. എന്താ നേരത്തെ പറഞ്ഞ മാതിരി, വാമനന് ശേഷം പരശുരാമൻ വന്നാൽ പരശുരാമൻ കേരളം ഉണ്ടാക്കിയിട്ട് അതിനു മുമ്പ് മഹാബലി ഇവിടെ എങ്ങനെയാ ഭരിക്കുക? ശ്രീരാമനും പരശുരാമനും ഒരുമിച്ച് കാണുന്നുണ്ട്. അത് മാത്രമല്ല, പരശുരാമൻ ചിരഞ്ജീവിയായിട്ടുണ്ട്. ആ ചിരഞ്ജീവിയായ ശ്രീരാമനും പരശുരാമനും കാണുന്ന കേരളം ഒരു മഴുവെറിഞ്ഞ് 770 കിലോമീറ്റർ ദൂരം കരയുണ്ടാക്കിയ, എന്നിട്ട് അതിനെ 64 ഗ്രാമങ്ങളാക്കി തിരിച്ച ക്ഷത്രിയ ശക്തിയെ ഇദ്ദേഹം എന്തിനാ നിഗ്രഹിച്ചതെന്ന ചോദ്യത്തിന് എന്താ ഉത്തരം പറയാം? രാജ്യം ഭരിക്കേണ്ടത് ക്ഷത്രിയന്മാരാണ്. രാജ്യം ഭരിക്കുന്നവരെ പറയുന്ന പേരാണ് ക്ഷത്രിയൻ. അങ്ങനെയുള്ള 64 ഗ്രാമങ്ങളെ എങ്ങനെ ഈ ബ്രാഹ്മണർക്ക് നൽകുക? ഭരിക്കേണ്ടത് ക്ഷത്രിയനാണെങ്കിൽ ബ്രാഹ്മണർക്ക് നൽകുന്നത് എങ്ങനെയാ യോജിക്കുക? ഇവിടെ ഞാൻ വളരെ വ്യക്തമായി, കൺഫ്യൂഷൻ ഉണ്ടാകാതെ, നിലനിൽക്കുന്ന ധാരണകൾക്ക് അല്പം പോലും പിഴവ് വരുത്താതെ, കുറവ് വരുത്താതെ, നേരത്തെ പറഞ്ഞ 3 വാക്കുകൾ നമുക്ക് യുക്തിക്ക് മനസ്സിലാകുന്ന വിധത്തില് പരശുരാമനെ ഒരു ചേഞ്ചിന്റെ, എവല്യൂഷണറി ചേഞ്ചിന്റെ
ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര മാർവലസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. മനുഷ്യൻ പ്രകൃതിയിൽ മാറ്റമുണ്ടാക്കി കടൽ പോലും പുറകോട്ട് എടുപ്പിച്ച് കരയുണ്ടാക്കാൻ കഴിവുള്ള, അതേപോലെ പ്രദേശങ്ങളെ വേർതിരിക്കാൻ കഴിവുള്ള, ബുദ്ധിക്കും യുക്തിക്കും വളർച്ച നേടിയ, നല്ല രീതിയിൽ റവല്യൂഷണറി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യനായി തീർന്നു എന്നുള്ളതായിരുന്നു ഞാൻ നൽകിയ വിവരണത്തിന്റെ സന്ദേശം. ധാരാളം പേര്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ വരെ ചോദിക്കേണ്ടായി, സാറ് പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ പരശുരാമൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നി. അങ്ങനെയല്ല, പരശുരാമൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു വ്യക്തിയാണെന്ന് വിചാരിക്കേണ്ട, മനുഷ്യന്റെ പരിണാമത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള വിവരണമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടും, എന്നും ഇത് കേൾക്കുന്ന വ്യക്തികളോട് പറയുന്നു, നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ, ഭാരതീയ പൈതൃകത്തിന്റെ വിവരണങ്ങളിൽ എവിടെയെങ്കിലും വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊന്നും ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് ബാധിക്കില്ല. കാരണം അതിൽ നിന്നെല്ലാം അപ്പുറത്താണ് ഈ സംസ്കാരം.